ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നതിന് നവംബർ മുതൽ ഇസ്രായേൽ ആസൂത്രണം ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് അറിയിച്ചു. അമേരിക്കയെ പോലും അറിയിക്കാതെ ഒറ്റയ്ക്ക് ഈ നീക്കം നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ശക്തമായ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ ദൗത്യത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമായി മാറി. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അതിശക്തമായ സൈനിക നീക്കത്തിന് ഇറാനിൽ തുടക്കം കുറിച്ചത്. അതേസമയം ഒരു രാജ്യത്തെ ജനക്കൂട്ടം ആ രാജ്യത്തെ ഭരണാധികാരി അല്ലെങ്കിൽ അവിടുത്തെ പരമോന്നത നേതാവിനെ കശാപ്പുകാരൻ എന്ന് വിളിക്കണമെങ്കിൽ എന്താകും അയാളുടെ സ്വഭാവം? എന്തായാലും അയാൾ ജനങ്ങൾക്ക് ഹിതകരമായി പ്രവർത്തിക്കുന്ന ഒരാളല്ലെന്ന് ആ വാക്കിൽ വ്യക്തമാണ്. മുൻപ് സിറിയയിലെ മുൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദിനും ഹമാസ് ഭീകരൻ യഹ്യ സിൻവാറിനും അതുപോലെ തന്നെ പടിഞ്ഞാറൻ സുഡാനീസ് നഗരമായ എൽ ഫാഷറിൽ സിവിലിയന്മാരെ കൊലപ്പെടുത്തിയ ബ്രിഗേഡിയർ ജനറൽ അൽ ഫത്തെ അബ്ദുള്ള ഇദ്രീസിനും ഇത്തരത്തിൽ കശാപ്പുകാരൻ എന്ന പേര് ചാർത്തിക്കിട്ടിയിരുന്നു. അതിൽ നിന്ന് വ്യക്തമാണ് ഇവർ ചെയ്ത ക്രൂരതകൾ. ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് രഹസ്യമായി പുറത്തുവരുന്ന സന്ദേശങ്ങൾ ഇറാനിൽ പുതിയൊരു ക്രൂരതയുടെ തുടക്കത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നു. US ബോംബാക്രമണത്തിൽ ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാന്റെ പുരോഹിത സമിതിയായ വിദഗ്ധ സമിതി മുജ്തബ ഖമേനിയെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രക്തച്ചൊരിച്ചിലിന്റെ നീണ്ട ചരിത്രം പരിചിതമായ ഇറാനിയൻ ജനത ഇതിനകം തന്നെ അദ്ദേഹത്തെ പുതിയ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞു. മുജ്തബയുടെ ഈ സ്ഥാനാരോഹണം ഒരു പാരമ്പര്യ സ്വേച്ഛാധിപത്യത്തിന്റെ ആരംഭമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 56-കാരനായ മുജ്തബയെ പ്രാപ്തനും കരുത്തനുമായ നേതാവായിട്ടാണ് ഭരണകൂടത്തിനുള്ളിൽ ഭൂരിഭാഗം പേരും കാണുന്നത് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ അധികാരാരോഹണം വൻതോതിലുള്ള കൂട്ടക്കൊലകളുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്ന് താഴെത്തട്ടിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. ജനുവരിയിലെ പ്രതിഷേധങ്ങൾക്കിടെ തെരുവുകൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞതും 2022 സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തിയതും ഇതിനുദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ അടിച്ചമർത്തലുകളിൽ മുജ്തബ നിർണായകമായ പങ്ക് വഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഖമേനിക്ക് പിൻഗാമിയായി മുജ്തബ വന്നാലും ഇറാനിലെ ജനങ്ങളുടെ ജീവിതത്തിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ചുരുക്കമാണ്. അതേസമയം മേഖലയിൽ സംഘർഷം കടുക്കുന്നതിനിടെ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ അമേരിക്കൻ താവളങ്ങളെയും ആസ്തികളെയും മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഇറാൻ. ന്യൂഡൽഹിയിൽ നടക്കുന്ന റൈസിന ഡയലോഗിൽ സംസാരിക്കവേ ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സയ്യിദ് ഖതീബ്സാദയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇറാന്റെ ആക്രമണങ്ങളിൽ അയൽരാജ്യങ്ങളായ അറബ് രാഷ്ട്രങ്ങളിൽ ആർക്കും തന്നെ ജീവഹാനി സംഭവിച്ചിട്ടില്ലെന്ന് ഖതീബ്സാദെ അവകാശപ്പെട്ടു. ഇറാന്റെ ആക്രമണങ്ങളിൽ അറബ് സുഹൃത്തുക്കളിലോ അയൽ രാജ്യങ്ങളിലോ ഒരാൾ പോലും മരിച്ചില്ല എന്നതുകൊണ്ട് അതിനർത്ഥം വയ്ക്കുന്നത് എന്താണ്? കാരണം ഞങ്ങൾ അമേരിക്കൻ താവളങ്ങളാണ് ലക്ഷ്യം വെച്ചത്, ഇറാൻ പറഞ്ഞു.